ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. 2024 PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇനിയൊരു 3 ഫേസും കൂടി LDC എക്സാം നടക്കാനുണ്ട്. അതേപോലെ എല്ലാ PSC എക്സാംസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്കൊരു ഫൈനൽ റിവിഷൻ LDCക്ക് വേണ്ടിയുള്ളവർക്കൊരു ഫൈനൽ റിവിഷനായിട്ട് എടുക്കാം. അതായത് 2024 ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓരോ പരീക്ഷയ്ക്കും നമുക്ക് 5 മാർക്കെന്ന് പറഞ്ഞാൽ പോലും അതിൽ 9-10 മാർക്കിന് വരെ നമുക്ക് ഓരോ പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എനിക്കായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താലേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന്. താഴെ കൊടുത്തതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ വരും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം ഏതാണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ വ്യാപാരം വാണിജ്യവും എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഈ മായം ചേർക്കലും തൊഴിലും വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റിലാണ് മായം ചേർക്കലും അതേപോലെ തന്നെ തൊഴിലും വരുന്നത്. അതായത് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2ഉം 3ഉമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7ാം പട്ടികയിലാണ് എന്തുൾപ്പെടുത്തിയിരിക്കുന്നത്? ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയുണ്ട്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ 7ാം പട്ടികയിൽ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 246 അതിൽ യൂണിയൻ ലിസ്റ്റ് അതേപോലെ തന്നെ എന്തുണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ എത്രയായിരുന്നു? ഇപ്പോൾ നിലവിൽ എത്രയുണ്ട്? നിലവിൽ അതിൽ 100 വകുപ്പുകളാണ് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 61, കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ അത് 52. ഇനി ഇത് തുടക്ക സമയത്ത് എത്രയായിരുന്നു? യൂണിയൻ ലിസ്റ്റിൽ 97 ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ അത് 66, കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ അത് 47. ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒരു കണക്കാണ്. ഇത് പഠിച്ചു വെക്കണം. 100, 61, 52 എന്നിവയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാം യൂണിയൻ ലിസ്റ്റിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? നമ്മുടെ പാർലമെൻറ്റിനായിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ അതേപോലെ പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് പറ്റും. അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, അതേപോലെ ഈ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അത് കാനഡയിൽ നിന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. കൺകറൻറ്റ് ലിസ്റ്റ് കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊള്ളുന്നത്. അതേപോലെ 1976 42ാം ഭേദഗതി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 42ാം ഭേദഗതി പ്രകാരം 5 കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം. അതായത് വിദ്യാഭ്യാസം അതിനു മുമ്പ് എവിടെയായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസം എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസമുണ്ട്, അളവ് തൂക്കമുണ്ട്, വനമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വരും? വന്യമൃഗങ്ങളും പക്ഷികളും വരും. വന്യമൃഗങ്ങൾ, പക്ഷികൾ, അതേപോലെ നീതിന്യായ ഭരണം. ഇത്രയും കാര്യങ്ങൾ 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതൊക്കെ 5 കാര്യങ്ങളാണ്? ഒന്ന് വനം, രണ്ടാമത്തേതാണ് വന്യമൃഗങ്ങളും പക്ഷികളും, മൂന്നാമത്തേത് വിദ്യാഭ്യാസം, നാലാമത്തേത് അളവ് തൂക്കം, അഞ്ചാമത്തേത് നീതിന്യായ ഭരണം. ഓക്കെ, ഇനി പറയാം നമുക്ക് ഈ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഇവയിലൊന്നും ഉൾപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവയാണ് എന്ത് പറയുന്നത്? അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, റെസിഡ്യൂവൽ പവേഴ്സ് എന്ന് പറയാം. അവശിഷ്ടാധികാരങ്ങൾ പറ്റി തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെൻറ്റിനാണ്. ഈ അവശിഷ്ടാധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 248. ഈ സൈബർ നിയമങ്ങളൊക്കെ എവിടെ വരുന്നതാണ്? അത് അവശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 248. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത് 246, 7ാം പട്ടികയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. പക്ഷേ ഇത് ശരിക്കും ഇതാണ് നമുക്ക് PSC തന്ന ഫൈനൽ ആൻസർ കീ. 1946 ഡിസംബർ 9 നമ്മുടെ ഭരണഘടനയുടെ ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9 PSC ആൻസർ തന്നത്, ഫൈനലായിട്ട് തന്നതും ഇതായിരുന്നു ആൻസർ. ഓക്കെ, ഇതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയും അതിനുശേഷം ഡിസംബർ 11 നടന്ന സമ്മേളനത്തിൽ സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. അതാരായിരുന്നു? അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുത്തതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. അതേപോലെ നമുക്കറിയാം ബൽവന്ത് റായ് കമ്മിറ്റിയുണ്ട്, അശോക് മേത്ത കമ്മിറ്റിയുണ്ട്. ഇതെല്ലാം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. അതേപോലെ ഈ ബൽവന്ത് റായ് കമ്മിറ്റിയാണ് എന്ത് ശുപാർശ ചെയ്തത്? ത്രിതല പഞ്ചായത്തിനെ ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. ഇതിനെയാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് ആണ് പിതാവ്. ഓക്കെ, ഇനിയുള്ളതാണ് അശോക് മേത്ത കമ്മിറ്റി. ഏത് വർഷമാണ്? 1977. എന്താണ് അതിൻ്റെ പ്രത്യേകത? ത്രിതല പഞ്ചായത്തിനെ ദ്വിതലമാക്കി മാറ്റാനായിട്ട് ശുപാർശ ചെയ്തത് ആരാണ്? അത് അശോക് മേത്ത കമ്മിറ്റിയായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നൊരു മലയാളിയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ EMS നമ്പൂതിരിപ്പാട്. അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളിയാണ്. അതേപോലെ ഹനുമന്ത് റാവു കമ്മിറ്റി, അതേപോലെ PK തുങ്കൻ കമ്മിറ്റി, ഇവയെല്ലാം എന്താണ്? നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവേത് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർഷ്യൂററി. ഇതെല്ലാം എന്താണ്? റിട്ടുകളാണ് അല്ലേ? റിട്ടുകൾ. ഈ റിട്ടുകൾ എന്ന ആശയം, ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്നത് 3 റിട്ടുകളും. അതായത് റിട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? റിട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 റിട്ടുകളാണുള്ളത്. ഈ റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ കണക്ട് ചെയ്ത് പഠിക്കുക. റിട്ടുകൾ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്. അതേപോലെ സുപ്രീം കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32. ഹൈക്കോർട്ടിന് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 226. ഓക്കെ, 5 റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് എന്താണ്? ശരീരം ഹാജരാക്കുക. അതായത് എന്താണ്? നിയമവിധേയമല്ലാതെ ആരെങ്കിലുമൊക്കെ തടവിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റിട്ട് സമർപ്പിക്കാം. അപ്പോൾ അയാളെ എന്ത് ചെയ്യണം? കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ്? പിന്നെയുള്ളത് മാൻഡമസ് ഉണ്ട്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു. അതായത് എന്താണ്? സ്വന്തം കർത്തവ്യം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ വൃന്ദമോ ഒക്കെ അപാകത കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അത് ചെയ്യാനായിട്ട് നമുക്ക് റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്ക് അത് ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റും. അതിനെയാണ് നാം കൽപ്പിക്കുന്നു. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, സ്വന്തം കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക. അതായത് കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രൊഹിബിഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ മീനിങ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കീഴ്ക്കോടതി എന്തെങ്കിലും കാര്യങ്ങൾ അധികാരപരിധി ലംഘിക്കുമ്പോൾ കൊടുക്കുന്ന റിട്ടാണ് എന്താ? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോ വാറന്റോ. എന്തധികാരം. ഇതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കോടതിക്ക് ചോദിക്കാൻ പറ്റും, എന്തധികാരം നിനക്കത് ചെയ്യാൻ? അതാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതേപോലെയുള്ളതാണ് സെർഷ്യൂററി. അതേ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്കുള്ള റിട്ട് സമർപ്പിക്കാൻ, അതൊക്കെയാണ് സെർഷ്യൂററി ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ,
സെർഷ്യോറിയുടെ മീനിങ് എന്താണ്? സെർഷ്യോറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, അതാണ് സെർഷ്യോറി. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് എന്ന് പറയുന്നത് സെർഷ്യോറിയാണ്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണ് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിളിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ 226 റിട്ട്, നമ്മുടെ ഹൈക്കോടതിയുടെ റിട്ട് എന്ന് പറയുന്നത്. അതേപോലെ സുപ്രീം കോടതി ആണെങ്കിൽ അത് 32 റിട്ടുകൾ 5 റിട്ട് കടമെടുത്തത് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ വരും? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം. ഇത് രണ്ടും എന്താണ്? റിട്ടുകളിൽ വരുന്നതാണ്. റിട്ടുകൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എവിടെ മുതലാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിക്കാറുണ്ട്. അതേതാണ്? അത് സ്പെയിനാണ്. പക്ഷേ ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കാനായിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. അതാണ് എന്ത്? സുപ്രു കമ്മിറ്റി. അപ്പം നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് എന്ത്? സുപ്രു കമ്മിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ, അതൊക്കെ എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ എവിടെയാണ്? ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ 36 മുതൽ 51 വരെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകിയത്. അതായത് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിക്കാം 36 മുതൽ 51 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശം, അതായത് ആർട്ടിക്കിൾ 31 നിന്ന് അത് എന്തിലേക്ക് മാറ്റി? ഇപ്പോൾ നിലവിലത് ഏതാണ്? 300A ഓക്കെ. അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 44ാം ഭേദഗതിയിലാണ് 352ാം വകുപ്പിലെ ആഭ്യന്തര കലാപം എന്ന വാക്ക് ആർട്ടിക്കിൾ 352 ആഭ്യന്തര കലാപം എന്ന വാക്കിനെ എന്താക്കി മാറ്റുന്നുണ്ട്? സായുധ വിപ്ലവം എന്നാക്കി മാറ്റുന്നത് ആർട്ടിക്കിൾ 352 ഈ 44ാം ഭേദഗതി പ്രകാരമാണ് അതിനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ എന്താണ്? സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമല്ല, അതൊരു നിയമാവകാശമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ച എന്നാണ്? അത് 2019 ഓഗസ്റ്റ് 5 അത് പ്രകാരം 35A അതേപോലെ തന്നെ 370 ഈ 2 ആർട്ടിക്കിൾസും എന്താണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതായിരുന്നു. അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു കളയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന സവിശേഷതകളിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലിഖിത ഭരണഘടന ആണോ? ആദ്യത്തെ ലിഖിത ഭരണഘടന എവിടത്തെയായിരുന്നു? അത് അമേരിക്കയുടേതാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, അത് ശരിയാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടി വന്നു. ആണോ? അല്ല, 2 വർഷവും 11 മാസം 18 ദിവസം അല്ലെങ്കിൽ 17 ദിവസം, അത് രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. ആണോ? അല്ല. എത്ര പട്ടികകളാണ്? 12 പട്ടികകളുണ്ട്. നിലവിൽ വന്ന സമയത്താണ് 8 പട്ടികകളായിരുന്നത്. ഇപ്പോൾ എത്രയാണ്? 12 പട്ടികകളുണ്ട്. ഈ 2 വർഷം 11 മാസം 18 ദിവസത്തിൽ 11 സിറ്റിംഗ് 11 കൂടിക്കാഴ്ചകൾ നടത്തിയിട്ട്, അതായത് 11 കൂടിക്കാഴ്ചകളും കൂടി 165 ദിവസമാണ്. ഇത്രയും കാലയളവ് എടുത്തു എന്നാണ്. അപ്പോൾ 2 വർഷം 11 ദിവസം 11 മാസം 18 ദിവസം. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ്. സോ ആൻസർ ഏത് വരും? നമ്മൾ ഉൾപ്പെട്ടെന്ന് നേരെ ഇതിൽ മാർക്ക് ചെയ്യരുത്. ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 1, 3, 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയിലാണ്? ഏതിലാണ്? ആമുഖത്തിലാണ് അല്ലേ? ആമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ആമുഖം കടമെടുക്കുന്നത് എവിടെ നിന്നാണ്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാലവേല നിരോധനം ഏതാണ്? ബാലവേല ആർട്ടിക്കിൾ 24 ബാലവേല. 1C ആണ്.
സോ നേരെ നോക്കുക, നിങ്ങളിത് മൊത്തത്തിൽ ചെയ്ത് കൺഫ്യൂഷൻ ആക്കരുത്. 1C ബാലവേല നിരോധനം വകുപ്പ് 24. സോ നോക്കുക, 1C ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ബാക്കി എല്ലാം അങ്ങ് കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കുക. ഓക്കെ, നോക്കിക്കേ, സ്വത്തവകാശം ഇപ്പോൾ ഏതിലാണ്? 300A സ്വത്തവകാശം. കണ്ടോ, 2A ആണ്. അവസര സമത്വം അതേതാണ്? വകുപ്പ് 16 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുന്നത് ആർട്ടിക്കിൾ 21A സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ചേരുംപടി ചേർക്കുക, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോഴേക്കും ഓരോന്ന് വായിച്ച് ഓപ്ഷനിലേക്ക് പോകുക. എല്ലാം കൂടി വായിച്ച് ഓപ്ഷനിലേക്ക് പോകാൻ നിന്നാൽ മൊത്തം നമുക്ക് കൺഫ്യൂഷനായി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. ഏകീകൃത നിയമ സംവിധാന യൂണിഫോം സിവിൽ കോഡ് ഏതാണ്? വകുപ്പ് 44 ശരിയാണ്. മൗലിക കടമകൾ വകുപ്പ് 51 51A ആണ്. സോ ആൻസർ വരുന്നത് തെറ്റായ ജോഡിയാണ്. സോ ആൻസർ വരുന്നത് മൗലിക കടമകളാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226 നമ്മളിപ്പോൾ പറഞ്ഞു ശരിയാണെന്ന്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് വകുപ്പ് 61. ഇനി ജസ്റ്റ് ഒരു കറണ്ട് അഫെയർ ആക്കി പഠിച്ചു വയ്ക്കുക. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന, നമുക്ക് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് മനസ്സിലേക്ക് വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായിട്ട് നമ്മൾ എന്ത് മാറുന്നുണ്ട്? ഉത്തരാഖണ്ഡ് മാറുന്നുണ്ട് നടപ്പിലാക്കുന്നതായിട്ട്. മറ്റേതെന്താണ്, ഗോവ നിലവിൽ വന്ന മുതൽ തന്നെ അവിടെ എന്താണ് ഏകീകൃത സിവിൽ കോഡായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അതിനുശേഷം അത് നടപ്പിലാക്കുന്നത് ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഇനി അതിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്ന രാജ്യമുണ്ട്. യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനമാണേത്? പ്രമേയം പാസ്സാക്കിയത് നമ്മുടെ കേരളമായിരുന്നു, കേരളം. ഓക്കെ, ഇനി ഈ ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ആരാണ്? ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പുഷ്കർ സിംഗ് ധാമി, ഇദ്ദേഹമാണ് ഈ ഏകീകൃത സിവിൽ കോഡിനുള്ള പ്രമേയം അവിടുത്തെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതും ഈ പുഷ്കർ സിംഗ് ധാമിയായിരുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡാണ്. അത് ജസ്റ്റ് അതായത് 2024 ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുക, ഉത്തരാഖണ്ഡാണ്. ഇനി എന്താ പറയേണ്ടത്? ഈ 51 വകുപ്പ് 51A ആണ് മൗലിക കടമകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ വകുപ്പ് 51 എന്താണ്? വകുപ്പ് 51 നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര സമാധാനം, അത് നിർദ്ദേശക തത്വങ്ങൾ വരുന്നതാണ്. അന്താരാഷ്ട്ര സമാധാനം വരുന്നത് വകുപ്പ് 51. ഓക്കെ, ഇവിടെ ഹൈക്കോടതിയുടെ റിട്ട് പറഞ്ഞു 226 ആണെങ്കിൽ സുപ്രീം കോടതിയുടെ റിട്ട് എത്രയാണ്? 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനതധികാരത്തിൽ പെടാത്തതേത്? തനതധികാരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സുപ്രീം കോടതിക്ക് മാത്രമുള്ള അധികാരമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് പെടുന്നതാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും എന്താണ്? സുപ്രീം കോടതിയുടെ അധികാരത്തിൽ പെടുന്നതാണ്. ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മൾ പറഞ്ഞു ഹൈക്കോടതിക്കുമുണ്ട് സുപ്രീം കോടതിക്കുമുണ്ട്. ഹൈക്കോടതിക്ക് 226, സുപ്രീം കോടതിക്ക് 32. അപ്പോൾ ഇതെന്താണ്? അധികാരത്തിൽ പെടില്ല. അപ്പീൽ അധികാരം ഇതും വരില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് 23 ഓപ്ഷൻ എ. സി ആൻഡ് ഡി ആണ് അധികാരങ്ങളിൽ തനതധികാരങ്ങളിൽ പെടാത്തതായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ കണ്ട ഇതെല്ലാം ഓരോ അടുത്തടുത്ത 20, 22, 25 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. എല്ലാം കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാം കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് തുറമുഖം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഹൈവേ നാഷണൽ ഹൈവേ എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതും എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പൊതുജനാരോഗ്യം എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത ഒരാൾക്ക് മനസ്സിലാകും കാര്യം പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന, അതായത് നമ്മൾ എപ്പോഴും PSCയുടെ പരീക്ഷകൾക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് മുന്നേ നടത്തിയ എക്സാംസൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് നരച്ച് കലക്കി കുടിച്ചിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? അതേതാണ്? 91 ഭേദഗതിയാണ്. 91 ഭേദഗതി പ്രകാരമാണ് എന്താക്കിയത്? മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയത്. ഈ 91 വകുപ്പ് ഭേദഗതി നടക്കുമ്പോഴേക്കും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് AB വാജ്പേയിയും അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമുമായിരുന്നു. അതേപോലെ ഈ ഒരു ഭേദഗതിയിലാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയരുത് എന്ന് പറഞ്ഞത്. 12-ൽ കുറയരുതെന്ന് പറഞ്ഞതും ഏതാണ്? സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയരുതെന്ന് പറഞ്ഞതും ഈ 91 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, ഇനി ഈ 81 ഭേദഗതി 81 നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 101 ഭേദഗതി പ്രകാരമാണ് എന്ത് പറയുന്നത്? GST എന്ന് പറയുന്നത് 101ആണ്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. ഈ GST പ്രകാരം 101 ഭേദഗതി പ്രകാരം കുറച്ച് ആർട്ടിക്കിൾസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? 246A യും 269A യും
GSTയുമായി ബന്ധപ്പെട്ട് 101 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. അതേപോലെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്താണ് 279A. ഓക്കെ, ഇനി ഈ 101 വകുപ്പ് പ്രകാരം റദ്ദാക്കിയെന്ന് പറയുന്നത് 268A ആണ് 101 ഭേദഗതി പ്രകാരം റദ്ദാക്കിയ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പറയാനുള്ളത്? 71 ഭേദഗതി ഏത് വർഷമാണ്? 1992 71 ഭേദഗതി വരുന്നത്. ഈ 71 ഭേദഗതി പ്രകാരമാണ് നമ്മുടെ കൊങ്കണി, അതേപോലെ മണിപ്പൂരി, അതേപോലെ നേപ്പാളി തുടങ്ങിയ 3 ഭാഷകൾ നമ്മുടെ എട്ടാം പട്ടിക നമുക്കറിയാം ഭാഷകൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 8ാം പട്ടികയിൽ ഈ 3 ഭാഷകൾ കൂട്ടിച്ചേർത്തത് 1992 71 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. PK തുങ്കൻ കമ്മിറ്റി കണ്ടോ, അടുത്തതും വീണ്ടും കണക്റ്റഡ് ആണ്. PK തുങ്കൻ കമ്മിറ്റി ഏതാണ്? 1989 ആണ്. ഒന്നെന്ന് പറയുന്നത് B ആണ്. 1B ഉള്ളത് ഇത് രണ്ടും മാത്രമാണ്. സോ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് നോക്കുക, ബൽവന്ത് റായ് കമ്മിറ്റി 1957 ബൽവന്ത് റായ് കമ്മിറ്റി വരുന്നത്. സോ 2D ആണ്. 2D വരുമ്പോൾ സോ ആൻസർ വരുന്ന ഓപ്ഷൻ C ആണ്. അശോക് മേത്ത കമ്മിറ്റി ഏത് വർഷമാണ്? 1977 അതേപോലെ LN സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത് 1986. ഈ LM സിംഗ്വി കമ്മിറ്റിയും എന്താണ്? പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. നമ്മൾ ഇത് തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ തുങ്കൻ കമ്മിറ്റിയാണ് പഠിച്ചത് അല്ലേ? അതെന്താണ്? അവിടെ ഒരു വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1989 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് PK തുങ്കൻ കമ്മിറ്റി വന്നത്. അതുമല്ല, വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടീവ് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാലും എന്താണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. അങ്ങനെയും എടുത്ത് ചോദിക്കാം, വർഷം ചോദിക്കാൻ. അതായത് PK തുങ്കൻ കമ്മിറ്റിയും LN സിംഗ്വി കമ്മിറ്റിയും 2 കമ്മിറ്റികളും എന്താണ് പറഞ്ഞത്? അപ്പം ഇതിനൊക്കെ ഭരണഘടനാ സാധു നൽകണമെന്ന് പറഞ്ഞു. അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് 1989 അതേപോലെ തന്നെ അതെന്താണ്? പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശിച്ച 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഇത് ശരിയാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്, ജനുവരി 22 നടന്നത്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. നമുക്ക് കാണുമ്പോഴേ അറിയാൽ ഇത് തെറ്റാണെന്ന്. കാര്യം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് തന്നെ ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സോ ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന OCI എന്നാണ്. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്താണ് പൗരത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇതും ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെപ്പറ്റി. ശരിക്കും 6 അല്ല, 5 മുതൽ 11 വരെയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഇതും ശരിയാണ്. പക്ഷേ ഇവിടെ PSC അന്നിരുന്ന ആൻസർ, PSCയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരം ഇതായിരുന്നു ആൻസർ. പക്ഷെ നമുക്കറിയാം ഇവിടെ എന്താണ്? ഭരണഘടന 5 മുതൽ 11 വരെ എന്താണ്? നമ്മുടെ പൗരത്വത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ഓപ്ഷൻ C ആണ്. ഓക്കെ, ഇനി ആമുഖം എന്ന് പറയുന്നത് ഹൃദയമാണെന്ന് പറഞ്ഞു. ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ആണ്. അതേപോലെ ആത്മാവും താക്കോലുമാണെന്ന് പറഞ്ഞു. ആത്മാവും താക്കോലുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അതേപോലെ ഹൃദയമാണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഹൃദയം അല്ലെങ്കിൽ ഭരണഘടന ആത്മാവാണെന്ന് പറഞ്ഞത് ഹിദായത്തുള്ളയാണ്. ഹൃദയവും ആത്മാവുമാണെന്ന് പറഞ്ഞത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ആണ്. ആത്മാവും താക്കോലുമാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ആണ്, ശരിയാണ്.
എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ലഭിക്കില്ല. എന്താണ്, ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. ചില അവകാശങ്ങൾ ഏത് വ്യക്തികൾക്ക് ലഭിക്കും, അത് ശരിയാണ്. ചിലതെന്താണ്, പുറത്തുനിന്ന് വരുന്ന നമ്മുടെ വിദേശ പൗരന്മാർക്ക് ലഭിക്കുന്ന മൗലികാവകാശങ്ങളുണ്ട്. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്ക് ലഭിക്കും, ഇതും ശരിയാണ്. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്, ഇതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവയാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ചേരുംപടി ചേർക്കുക. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? അത് അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. സോ ഇവിടെ എന്താണ്, 1B ആണ്. നേരെ നോക്കുക, 1B ഉള്ള 2 എണ്ണമുണ്ട്. അപ്പം അത് രണ്ടും വയ്ക്കുക. ബാക്കി അടുത്ത് നോക്കുക. മൗലിക കർത്തവ്യങ്ങൾ വന്നത് എവിടെ നിന്നാണ്? അത് റഷ്യയിൽ നിന്നാണ്. 2C ഉള്ളത്. സോ ഇത് രണ്ടും 2C ആണ്. അവശിഷ്ട അധികാരങ്ങൾ കൊണ്ടുവന്നത് കാനഡയിൽ നിന്നാണ്. 3D ഉള്ളത് ഇവിടെ ഏത് വരും ആൻസർ? അപ്പോൾ 3D വരുന്നത് ഇതാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം വന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അതേപോലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ അയർലൻഡിൽ നിന്ന് വന്നതാണ്. അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി എവിടെ നിന്നാണ്? നമ്മുടെ റഷ്യയിൽ നിന്നാണ്. അതായത് മൗലിക കർത്തവ്യങ്ങളും അതേപോലെ തന്നെ എന്താണ്, പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ, അത് മൂന്നും എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമുക്ക് എന്താണ്, ശരിക്കും ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അതേ യോഗ്യതകൾ എല്ലാം വേണം. അതിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്നത് എന്താണ്? രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാർ, രാജ്യസഭയുടെ എന്താണ് എക്സ് ഒഫീഷ്യോ അധ്യക്ഷനാണ് എപ്പോഴും നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഉപരാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളും. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസത്ത, ഇന്ത്യ 2020, മൈ ട്രൂത്ത്. ഇത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാനിത് നമ്മുടെ പുസ്തകത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോ, മൊണ്ടസ്ക്യൂവിൻ്റെ പുസ്തകമാണ്. ഇത് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ 3 പേരുടെ പേര് പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു പേരാണ് നിയമങ്ങളുടെ അന്തസത്ത അഥവാ സ്പിരിറ്റ് ഓഫ് ലോ, മൊണ്ടസ്ക്യൂ ആണെന്നുള്ളത്. സോ B 1 ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഇവിടെ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊന്നുമല്ല. നോക്കാം നമുക്ക്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹംഫ്രി ബെർക്കലിയുടെ പുസ്തകമാണ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, ഇന്ത്യ 2020, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ്. ഈ 4 പഠിച്ചു വെച്ചു. ചിലപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഇതേ വീണ്ടും വന്നിരിക്കുന്ന പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഇതേ കണ്ടോ, 25/2020. നമ്മൾ നേരത്തെ എടുത്ത് 22/2024, അതേപോലെ 20/2024 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. ഇപ്പം നോക്കിക്ക് 25/2024 വന്നു. ബൽവന്തറായ് കമ്മീഷൻ ഏതാണ്? നമ്മൾ പറഞ്ഞു 1957 അത് ശരിയാണ്. PK തുങ്കൻ ഏത് വർഷമാണ്? 1889 PK തുങ്കൻ കമ്മിറ്റി വരുന്നത്. അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ഇവിടെ PK തുങ്കൻ കമ്മിറ്റിയാണ് നമുക്ക് 3 പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. PK തുങ്കനാണ്. സോ എന്ത് വരും ആൻസർ? ഓപ്ഷൻ C 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ശരിയാണിത്. നമ്മൾ പറഞ്ഞു 35A അതേപോലെ 370 എടുത്തു കളഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് 2019. അതും ശരിയാണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം. രാജതരംഗിണി ആരുടെയാണ്? കൽഹണൻ്റെ ബുക്കാണല്ലേ. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇതും ശരിയാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതാണ് ഇവിടെ അല്ലാത്തതായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത്, അതായത് 73ാം ഭേദഗതി 74ാം ഭേദഗതി പ്രകാരമാണ് എന്ത് വന്നത്? 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് വന്നു. 73ാം ഭേദഗതി പ്രകാരം 11ാം പട്ടിക കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 243 മുതൽ
43 വരെ കൂട്ടിച്ചേർത്തു. 74-ാം ഭേദഗതി, 72 ഏത് വർഷമാണ്? 1992 74-ാം ഭേദഗതി പ്രകാരമാണ് നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം, നഗരപാലിക നിയമം വന്നത് 74-ാം ഭേദഗതി പ്രകാരമാണ്. അതിലെന്താണ് ഇവിടെ 9A-യിൽ 243 മുതൽ 243 ZG വരെ കൂട്ടിച്ചേർത്തു. അതേപോലെ 12-ാം പട്ടികയും കൂട്ടിച്ചേർത്തു. 12-ാം പട്ടികയും. ഇനി നമുക്ക് നോക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം. ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് 243Kയും അതേപോലെ തന്നെ 243 ZAയുമാണ്. അത് രണ്ടും ഇതിൽ വരുന്നതല്ലേ. സോ ഇതെന്താണ്? ഇന്ത്യൻ ഭരണഘടന 73-ഉം 74-ഉം ഭേദഗതികളുടെ അനന്തരഫലമായിരുന്നു. 10-ാം പട്ടികയെ പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? 11-ാം പട്ടികയും 12-ാം പട്ടികയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ പെടാത്തതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ആയിട്ടുള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്